ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ആർ ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ ഒരു CS കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്ററിൽ നിന്ന് ഇപ്പോൾ ഡയമണ്ട് 2 കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സീസൺ മാറിയപ്പം. അപ്പോൾ നിങ്ങൾ ഏത് റാങ്കായും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഗൈസ്, നിങ്ങളാരും നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഗൈസ് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചേക്കും. ഓക്കെ, നാടേസ് അവിടെ ഒരു എനിമിയെ കണ്ടിട്ട് നമ്മുടെ ടീം നാടേസ് എൻ്റെ കൂടെ വന്നത് നാടേസ് അവിടെ നോക്കായിട്ടുണ്ട്. ഓക്കെ, നാടേസ് ഒരു ഗൈസ് അവനൊരു 15 കൊടുത്തിട്ടുണ്ട്. അവൻ റഷ് അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കവർ ചെയ്യുന്നു ഈ ഐസൊക്കെ. അതാണ്ട് ചെലന്തിക്കാരുടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ടീമേറ്റ് പോയി അതിൻ്റെ ചാടി ആണ് ഐസ് വേറെ എടുത്തത്. ഗൈസ് അവനൊരു 105 ഉണ്ട്. ഫുൾ ഡാം ഓറിയോണ്ട് നമുക്ക് ഡാമൊക്കെ തരാൻ നോക്കുന്നത് നമ്മൾ നോക്കില്ല. അത് വെച്ച് അങ്ങോട്ട് ഒരു ഹെഡൂടെ കുത്തി പിടിച്ച് അവനെ അവിടെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചത്തുന്നത് കാരണം ആ ഒറിയോണ്ട് നമുക്ക് നല്ല ഡാമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുകൊണ്ട് ഒരുത്തി മണ്ടയില്ലേ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇതുകൊണ്ട് ഗ്രനേഡ് ഇപ്പം ഞാൻ അവിടെ നിന്നിരുന്ന ഇപ്പം ഞാൻ ചത്തേനെ. ഗൈസ് അവനെ ആയിരിക്കില്ല നമ്മുടെ ടീമേറ്റ് എടുത്ത് നോക്കി. ഗൈസ് ഇമോട്ട് ഡൗൺലോഡാക്കാൻ ഞാൻ മറന്നുപോയി. ഇമോട്ട് ഡൗൺലോഡിലല്ല, ഞാൻ അത് ആക്കാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇത് സെക്കൻഡ് റൗണ്ടാണ്. ഓക്കെ ഗൈസ്, സെക്കൻഡ് റൗണ്ട് ആരെടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതാണ്ട് അപ്പുറത്ത് വന്നാൽ നല്ല കിടിലൻ പ്ലേയേഴ്സാണ്. UMP എടുക്കാം ഗൈസ്, നമുക്ക് UMP എടുക്കാം. ഗൈസ് ഈ ഒരു കളി മിക്കവാറും അവന്മാർ തിരിച്ചു വരും ഗൈസ്, കാരണം ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്ത് കുറച്ച് ഷോ ഓഫൊക്കെ നമ്മുടെ ടീമേറ്റ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഇമോട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കളി മിക്കവാറും അവന്മാർ എടുക്കാനായിട്ടുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അവിടെ ഒരു M10 കണ്ടാണ് തോന്നുന്നു അവിടെ കിടക്കുന്നത്. ഗൈസ് ഒരുത്ത നമുക്ക് മറ്റുള്ള മഷ്റൂം ചോദിച്ചിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഗൈസ് താഴത്തോടെയാണ് ഗൈസ് അവന്മാർ 3 അവന്മാർ വന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ മണ്ട എന്തെടുക്കുക, നമുക്ക് താഴെ കൂടെ പോകാം. സ്കോഡായിട്ടാണ് ഞങ്ങൾ പോകാം ഗൈസ്. ഓക്കെ, ഇതാണ്ട് ഒരുത്താണ്ട് ഗൈസ് അവിടെ വൂങ്കോങ് ഇട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ്ട് ഗൈസ് ഇത് വൂങ്കോങ് ആണ്. അതാണ്ട് ഗൈസ് ഒരു വൂങ്കോങ് ഇട്ട് പോകുന്നത്. ഗൈസ് നമുക്ക് മണ്ടയിലോട്ടൊന്ന് റഷ് അടിക്കാം. അതാണ്ട് ഗൈസ് അവന് ഫൂട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് എനിമീസ് കാണാം ഗൈസ്, നമുക്ക് മണ്ടയിലോട്ട് റഷ് അടിക്കുക. പുറമിൽ ഒരുത്തം ഉണ്ടായിരുന്നു, അവനെ നോക്കിയിട്ടുണ്ട് നമ്മുടെ ടീമേ. അവിടെ ഗൈസ് ഒരുത്തം വരുന്നത്. ഗൈസ് നമ്മൾ നോക്കുക ഗൈസ്, അതെങ്ങനെ ഗൈസ് നമ്മൾ നല്ല ഡാം കൊടുത്ത ഗൈസ് എങ്ങനെ നോക്കാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഗൈസ് ഓക്കെ അതുകൊണ്ട് ഞാൻ വരുന്നു ഗൈസ്, എനിക്ക് ഹെഡ് കയറിയിട്ടുണ്ട്. ഓക്കെ ഹെഡ് കയറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ജസ്റ്റ് യുവമാരുടെ ഗെയിം പ്ലേ ആണ്. ഓക്കെ, ഇപ്പോൾ 2 യുവമാരേ ഉള്ളൂ ഗൈസ്, നമുക്ക് നോക്കാം. ഒരു നോക്ക് കിട്ടപ്പോഴാണ്ട് ഈ ഒരു യുദ്ധം വന്ന് അവനെ അടിച്ചങ്ങ് നോക്കാക്കി, അതായത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ റൗണ്ട് ഗൈസ് അവന്മാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൗണ്ടെങ്കിലും ഗൈസ് എങ്ങനെയൊക്കെ എടുക്കണം. ഓക്കെ, ഞാൻ ഈ റൗണ്ട് എടുത്ത കിങ്ഫിഷറാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലൂ വാൾഡ് എടുത്തേക്കാം. അപ്പോൾ ഈ ഒരു കളിയെങ്കിൽ എങ്ങനെയും എടുക്കണം ഗൈസ്. ഓക്കെ, കാരണം കഴിഞ്ഞ കളി അവന്മാരെടുത്ത് ഈ കളി നമുക്ക് എടുക്കണം. കാരണം കഴിഞ്ഞ കളി മറ്റേ ഒരുത്തം ഉണ്ടായിരുന്നു ഗൈസ്, ആ രണ്ടാമത്തെ ഗൈസ് അവൻ പോയി ആദ്യം അങ്ങ് നോക്കായി. ഈ മറ്റേ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൈസ് ആ ഒരു കളി എടുക്കാമായിരുന്നേ. ഞാൻ പിന്നെ ആ എനിമി കയറി വന്നു, അവന് നല്ല ഡാം കൊടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ നോക്കാം. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ റൗണ്ടിൽ ഗൈസ് നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്നതുകൊണ്ട് ഞാൻ ഗൈസ് ഈ ഒരു വീടിൻ്റെ മണ്ടേ പോയിട്ട് അവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഗൈസ്, കാരണം നമ്മളെ എനിമീസ് ഉണ്ട് അവന്മാർ മണ്ടയിലോട്ട് വരും ഗൈസ്. നമുക്ക് ഇവിടെ ഗ്ലൂ വാൾ എന്നിട്ട് നമ്മൾ മണ്ടേ കയറിയ ശേഷം ഗൈസ് ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിച്ചു കൊടുക്കണം, എന്നാലും അവന്മാർ വരുത്തോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു റൂമിൽ നിൽക്കാൻ കേസ് ഞാൻ ഒരു ഗ്ലൂ വാൾ പൊട്ടിക്കട്ടെ ഗൈസ്. ഗ്ലൂ വാൾ പൊട്ടിച്ച് ഗൈസ് നമുക്ക് ഈ ഒരു റൂമിൽ നിൽക്കാം ഗൈസ്. ഇവിടെ നിന്നാൽ ഗൈസ് എനിമീസ് വരുന്ന കാണാം. അത് മാത്രമല്ല ഗൈസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എനിമീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാർ പെട്ടെന്ന് അടിച്ചിടാനായിട്ട് പറ്റും ഗൈസ്. ഇപ്പോൾ ഒരു എനിമിയും വരുന്നില്ല, അതുകൊണ്ട് സുരത്തം വരുന്ന. ഗൈസ് ഇതുകൊണ്ടോണ്ട് ഗൈസ് റഷ് അടിച്ച് ഗൈസ്. ഇതാണ്ട് അവന് കുറച്ച് ഡാം കൊടുത്തതാണ്ടാണ്ട് ഗൈസ് ഓറിയോൺ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഓറിയോൺ ഇപ്പത്തിൽ ഗൈസ്. അതെങ്ങനെയാ ഗൈസ് ഈ റൗണ്ട് ആകുമ്പോൾ ഇതാണ്ട് ഫസ്റ്റ് ഒരു നോക്കാം വിട്ട് ഗൈസ്. അവൻ്റെ MP5 3 ആണ് ഗൈസ്, അല്ലാണ്ട് എന്നെ ഹെഡ് അടിച്ചു നോക്കാം ഗൈസ്. ഈ ഒരു റൗണ്ട് ഗൈസ് അവന്മാരെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ റൗണ്ട് എടുക്കണം. ഓക്കെ, ഈ റൗണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കണം. ഈ റൗണ്ട് എടുക്കുക ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെ ഈ റൗണ്ട് എടുക്കും. കാരണം കഴിഞ്ഞ കളി അവൻ്റെ കൈ MP5 മാക്സ് ലെവൽ 3 ആയിരുന്നു, അതുകൊണ്ടാണ് ഗൈസ്. അതിന് നല്ല പവർ, നമ്മുടെ എന്തോ കിങ്ഫിഷറും ആയിരുന്നു. അതുപോലെ തന്നെ അവന് നല്ല ഡാം ഉണ്ടായിരുന്നു. നമ്മൾ ഓറിയോൺ ഇട്ട് പെട്ടെന്ന് HP എടുത്ത്, അതാ ഇല്ലായിരുന്നു നമുക്ക് അവനെ സുഖമായിട്ട് അടിച്ചിടായിരുന്നു ഗൈസ്. എന്തായാലും ഈ ഒരു കളി എടുത്തെങ്കിൽ ഗൈസ് M187 ആണ്. ഓക്കെ,
നമുക്ക് ഈ ഒരു കളിയെങ്കിലും എടുക്കണം. അതോ ഇനി എൻ്റെ ടീമേറ്റ് നല്ലോണം കളിക്കുന്നില്ല, ഇവന്മാർ ഇനി ഈ കളി വിട്ടു കൊടുക്കുവാണോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ നമുക്ക് നോക്കാം ഐസ് എന്തായാലും. എൻ്റെ തസൂയി ക്യാരക്ടർ ഫുള്ളല്ല, തസൂയി ക്യാരക്ടർ ഫുള്ളാവണം. ഇനി എത്ര 39 സെക്കൻഡൊക്കെ വേണം. ഇതാണ് ഫസ്റ്റ് കഴിഞ്ഞ് ഒരുത്തം പോയി നോക്കിയിട്ടുണ്ട്. അവന് നോക്കായി, എനിമി നോക്കായി, ഒരുമിച്ചായി പോയി. ഇതാണ്ട് എനിമി അവന്മാരവിടെ പൊക്കുന്നുണ്ട്. ഓക്കെ ആണ്ടേസ് മറ്റേ ഗൈസ് അവന് കുറച്ച് ഡാം കൊടുത്താണ്ട് USB ഒക്കെ കയറി വരുന്നത് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇവന്മാരെല്ലാം കൂടെ വന്ന് ഇവന്മാരെല്ലാം കൂടെ വന്ന് ഒരുത്തൻ്റെ ഇതാണ്ട് M187 MP5 ഗൈസ്. ഇവൻ ഭയങ്കര MP5 ഉള്ളവൻ, MP5 ലെവൽ 3 ഉള്ളവൻ ഭയങ്കര കളിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഈ റൗണ്ട് എടുക്കും ഗൈസ്. നമുക്ക് ഈ റൗണ്ട് എങ്ങനെയൊക്കെ എടുക്കണം ഗൈസ്. നമുക്ക് ഈ റൗണ്ട് വുഡ്പക്കറും പിന്നെ അതുപോലെ തന്നെ M187 എടുക്കാം. പിന്നെ ഗ്ലൂ വാൾ എടുക്കാൻ സമയം കിട്ടിയില്ല, കുഴപ്പമില്ല. സമയമല്ല ഗൈസ്, ഗ്ലൂ വാൾ എടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു 2 കോംബോ കിടിലൊരു കോമ്പാണ്. ഓക്കെ വുഡ്പക്കർ M187, വുഡ്പക്കർ ലോങ്ങിൽ നിന്ന് യൂസ് ചെയ്യുക, അതുപോലത്തെ M187 ഷോട്ട് ചെയ്യുന്നത്. ഡെസേർട്ടും എടുക്കാം. ഓക്കെ ഡെസേർട്ട് എടുക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതാണ് ഞാൻ ഡെസേർട്ട് എടുക്കാൻ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇങ്ങോട്ട് ആ ഒരു വലിയ വീടിൻ്റെ മണ്ടേ പൈസ ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ഇവിടെ ഒരു വലിയ വീടുണ്ടല്ലോ ആണ്ടേ, ഈ ഒരു വീടിൻ്റെ മണ്ടേ, ഈ ഒരു വീടിൻ്റെ മണ്ടേ. നമുക്ക് ഇങ്ങോട്ട് പോകാം, ഇതിൻ്റെ മണ്ടേ പോകാം ഗൈസ്. ഇതിൻ്റെ മണ്ടേ പോയി എവിടെയെങ്കിലുമൊക്കെ എനിമീസ് വരിക. എനിമീസ് ഒന്ന് കാണാൻ വേണം, കാരണം എനിമീസ് ഉണ്ടാവും ഒരു കൂട്ടത്തോടെ റഷടി. നാണ്ടേ അവിടെ ഒരുത്തുന്നുണ്ട്, അവിടെ ഒരുത്തുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ഒരുത്തുണ്ട്. അവിടെ ഒരുത്തം അവിടെ ഒരുത്തം അവന്മാർ ചെവന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ അതുകൊണ്ട് അവിടെ ഒരുത്തില്ല, ആ പച്ച വീട്ടിൽ ഇതാണ്ടേ. നമുക്ക് സ്കോപ്പിടോ ഗൈസ് ഒരു 129 ഗൈസ്, 205. ഓക്കെ ഗൈസ് 2 ഹെഡാണ് ഗൈസ്. അവൻ നമുക്ക് നല്ല ഡാമ. ഞാൻ നോക്കാം, പക്ഷേ എന്തോ വൈദ്യ അവന് ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൈസ് ആ ഒരു കില്ല് നമുക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഫസ്റ്റ് കില്ലേ ഗൈസ്. ആരെങ്കിലും ഇങ്ങോട്ട് റഷ് അടിക്കുന്നുണ്ടോ എന്നുകൂടെ നമുക്ക് ഇടയ്ക്ക് നോക്കണം. ആ ഗൈസ് അടുത്ത എന്താണ്ട് ഗൈസ് ഐഡിയിൽ നമ്മുടെ ടീമിൻ്റെ ഒരു ഫുഡ് ആണ് ഗൈസ്. ഓറിയാണ് നമ്മുടെ കഴിഞ്ഞാൽ അടിച്ചിട്ട്. അതുകൊണ്ടാണ് ഗൈസ് നമ്മളങ്ങനെ അവനെ സ്കോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു കില്ലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗൈസ് വേറെ ഒരുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ അതാണ്ടേ ഗൈസ് അവനൊരു ഹെഡ് ഗൈസ് 234 തോന്നുന്നു ഗൈസ് അവന് കയറിയത് ഹെഡ്. അവിടെ നമ്മുടെ ടീമേറ്റിൻ്റെ ആ ഒരു റിവൈവിൻ്റെ അത് അങ്ങനെ നിൽക്കുന്നതോടെ എനിക്ക് ചെന്നിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഗൈസ് അവിടെ ഒരു എനിമി ഉണ്ട്. നമുക്ക് മെഡ് അടിക്കേണ്ട മെഡിൽ ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും M187 ഒരു തസൂയിക്കായിട്ട് ഇടുന്നാണ്ടാണ്ടേ. ഓക്കെ ഗൈസ് ഒറ്റയടിയും കൂടെ നമുക്ക് സോൺ ചവിട്ടുന്ന ഗൈസ് അത്ര ഉള്ളൂ ഗൈസ്. കഴിഞ്ഞ കളി ആകുമ്പോഴത്തേക്ക് ഗൈസ് നമ്മൾ ഈ ഒരു കളി നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ് വുഡ്പക്കർ M187 ഡെസേർട്ട് ഗൈസ്. ഇതൊരു ഒരു കിഡിലം കോമ്പോ തന്നെയാണ്. ഓക്കെ ഒന്നും പറയില്ല, ഇതൊരു ഒരു കിഡിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ വുഡ്പക്കർ ലോങ് M187 ഷോട്ട് പിന്നെ ഡെസേർട്ടും വേണം നമുക്ക് ലോങ് യൂസ് ചെയ്യാം. ഓക്കെ എന്നാലും ഹെഡൊക്കെ കയറാൻ പാടാണ്. അത് മാത്രമല്ല നമ്മൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഡെസേർട്ടിനും അതുപോലെ തന്നെ വുഡ്പക്കറിനൊക്കെ നമ്മൾ 3 ഡ്രാഗൺ സെക്ഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി മസ്റ്റായിട്ട് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇതായിട്ടായിരുന്നു നമ്മൾ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യും. ഓക്കെ ആണ്ടേ ഇവിടെ ഈ ഒരു വേസ്റ്റ് പിന്നെ ഞാൻ മണ്ടയൊക്കെ ഇടാണ്ട് ഇവിടെ ആയിട്ടൊരു ഗ്ലൂ ആൾട്ടാണ് ആണ്ടേ നമുക്ക് സിമ്പിളായിട്ടാണ്ട് ഇതുപോലെ ഈ ഒരു വീടിൻ്റെ മണ്ടയൊക്കെ ഇടാൻ പറ്റിയ ആണ്ടേ നമ്മളൊരു ടീമേറ്റ് ഒറ്റയ്ക്ക് അങ്ങോട്ട് റഷ് അടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവന് സപ്പോർട്ട് കൊടുക്കുക. അതാണ്ട് നമ്മുടെ ടീമേറ്റ് അവിടെ ഒരുത്തന്നെ നോക്കിയിട്ടുണ്ട്. ഓക്കെ അതാണ്ട് ഇവൻ ചാടി കളിയും സൈക്കോ അങ്ങനെ അവൻ്റെ ഒരു സൈക്കോ. അതാണ്ട് നമ്മുടെ ഒരു ടീമേറ്റ് അവിടെ നോക്കിയിട്ടുണ്ട്. എനിക്കൊന്നും എനിമീസ് മൊത്തം അവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. കഴിഞ്ഞാൽ നമുക്ക് ഏസാണ്. മാത്രമല്ല ഇപ്പോൾ MVP അടിച്ചെങ്കിൽ ഞാനാണ്. ആണ്ടേ ഗൈസ് ഇവൻ നല്ല ഡാം നമ്മുടെ സൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടീമിൽ നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വുഡ്പക്കറിൽ ഒരടിക്ക് അവൻ ചത്തിട്ടുണ്ട്. അവിടെ സ്റ്റെൽത്തി കെട്ടെ നമ്മുടെ ടീമേറ്റ് കുടുങ്ങിയുണ്ട്. ഇവിടെ ഒരുത്തൻ ഡെസേർട്ട് M187 ഗൈസ് അവനെ കണ്ടില്ല. ഇതിവിടെ ഗൈസ് ഞാൻ നോക്കായി. ഗൈസ് കളി പോയി ഗൈസ് കളിയും കാര്യങ്ങളൊന്നും പോയിട്ട് നമ്മുടെ ആ ടീമേറ്റ് കളിയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഫൈനൽ റൗണ്ട്. ഓക്കെ 3v3 ഗൈസ് റൗണ്ട് 7 ഗൈസ്. അവന്മാർക്കും 3 പോയിൻറ്റ് നമുക്ക് 3 പോയിൻറ്റ്. ഓക്കെ ഗൈസ് ഈ ഒരു കളി നമുക്ക് തിരിച്ചെടുക്കണം. കിഡിലായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം. പക്ഷേ ഗൈസ് ഈ റൗണ്ടിന് അവന്മാർ എടുക്കുമെന്നൊരു സംശയമുണ്ട്. ഓക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇനിമേളല്ലയോ അവന്മാർ എടുക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. ഓക്കെ നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മൾ കളിക്കും. നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് എന്തായാലും നോക്കിയേക്കാം. ഇവന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് നല്ലോണം അത് ബംഗാളി ആയാലും ആരായാലും ഗൈസ് നമുക്ക് നല്ലോണം സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കളിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ ഇതാണ്ട് അവിടെ 2 കുമാരം കൊണ്ട് ഓടിക്കളിക്കുന്നുണ്ട്. വുഡ്പക്കർ വെച്ചിട്ട് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം. അവന്മാർ കറക്റ്റ് നമ്മുടെ ഒരു എയിമിലോട്ട് വരട്ടെ അവന്മാർ. ഓക്കെ ഗൈസ് 180. ഓക്കെ നമുക്ക് റഷ് അടിക്കാം ഗൈസ്. അവനെ പൊക്കുന്നുണ്ട്.
ഓക്കെ നമുക്ക് റഷ് അടിക്കാം. ഓ ഗൈസ് അവൻ്റെ ടീമേറ്റേഴ്സ് നമ്മളെ വുഡ്പക്കർ വെച്ച് അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ കണ്ടില്ല അവ അവിടെ നിൽക്കുന്നത് ഗൈസ്. ആ ഒരു കില്ല് പോയി ഗൈസ്. എന്താ പറയാ, ഞാൻ റഷ് അടിക്കണ്ടായിരുന്നു. ആ ഒരു ഹെഡ് കയറി അത് പെട്ടെന്ന് ഫിനിഷ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഗൈസ് ഗ്രനേഡും ഇല്ലായിരുന്നില്ല. ഞാൻ അതെങ്കിലും എറിഞ്ഞാൽ ഗൈസ്. എന്തായാലും ഇവന്മാരുടെ ഒരു ഗെയിം പ്ലേ കാണാം ഗൈസ്. എന്നാലും ആ ഒരു ഹെഡ് ഷോട്ട് പോയല്ലോ ഗൈസ്. എൻ്റെ ഗ്രനേഡിലായിരുന്നില്ല, ഞാൻ അത് വലിച്ചെറിഞ്ഞാൽ രണ്ടാഴ്ച ഇങ്ങോട്ട് റഷ് അടിയാ. ഓ അത്രേ ഉള്ളൂ വിശ്വ ഗെയിം പ്ലേ ആണ്ടേ. രണ്ട് നോക്ക് ഗൈസ്. ഓക്കെ ഇവൻ 2 നോക്ക് ഇട്ടിട്ടുണ്ട്. ആണ്ടെ 2 ഉമ്മർ ഇവിടെ കിടപ്പോൾ 2 ഉമ്മർ അകത്തുണ്ട്. ഓക്കെ നമുക്ക് ജസ്റ്റ് ഉമ്മർക്ക് എനിമി സ്പോട്ടഡ് എന്നൊക്കെ പറഞ്ഞെടുക്കുക ഗൈസ്. ഞാനിപ്പോൾ MVP അടിച്ച് നിൽക്കുന്ന ഗൈസ്. ഈ ഒരു കളി പോയി അടിക്കായിരിക്കും ഗൈസ്. കാരണം ഇവന്മാർ നല്ലോണം കളിക്കുന്നുണ്ട്. ആണ്ടെ ഇവന്മാർ 3 പേരാണുള്ളത്. ആണ്ടെ ഇവൻ്റെ കയ്യിൽ P90 XM8, ഇവൻ്റെ കയ്യിൽ വുഡ്പക്കർ M187, ഇവൻ്റെ XM8 P90. ഓക്കെ 2 ഉമ്മർ XM8 P90, ഒരുത്തൻ വുഡ്പക്കർ M187 ആണ് ഗൈസ് ഉള്ളത്. ഓക്കെ നമുക്ക് ഇവന്മാരുടെ 3 പേരുടെയും ഗെയിം പ്ലേ ഒക്കെ അതാണ്ട് ഗൈസ്. ഒരു ഇതാണ്ടാണ്ടേ ഗൈസ്. ഇവ ഓറിയോൺ ഇട്ടിട്ടുണ്ട്. അവൻ ചെലതിക്കായിട്ട് ഇടുന്നാണ്ടേ. കാരണം അവന് എനിക്ക് ഫസ്റ്റ് റൗണ്ട് എനിക്ക് ചെലന്തി കിട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് അവനറിയാം. ഓ ഗൈസ് P90 കുത്തിപ്പിടി അത്രേ ഉള്ളൂ ഗൈസ്. കളി ബുയ്യും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ.